അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുസ്സമദ് പൂക്കോട്ടൂര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൗത്യം ഏറ്റെടുത്തിരുന്നു. ആ ദൗത്യം പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സന്തോഷവാനായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തനി രാഷ്ട്രീയക്കാരെ പോലെ എന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എല്ലാം തകർക്കാനും എതിരാളികളെ നശിപ്പിക്കാനുമുള്ള ആഹ്വാനമല്ലാതെ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ വായിൽ നിന്ന് സ്വാഭാവികമായും നാം കേൾക്കാറില്ല. ഒരു സുന്നി പ്രവർത്തകനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ചില ദൗത്യങ്ങളും വാക്കുകളുമാണ് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും നാം ശ്രവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും അത്തരം ചിന്തകൾ വരുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന മതസംഘടനകൾക്ക് പ്രാമുഖ്യം നൽകുന്നതിനേക്കാൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന വഹാബി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് കൊണ്ടാകാം. അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. വഹാബികളെന്ന് ഞാൻ എടുത്തു പറയാനുണ്ടായ കാരണം, കേരളത്തിലേക്ക് വഹാബിസം വരുന്നത് വരെ മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മറ്റു മതസ്ഥർക്കിടയിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടായിരുന്നില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ വഹാബിസം കേരളത്തിലേക്ക് വരുന്നത് വരെ വളരെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടിയായിരുന്നു മുസ്ലിമീങ്ങളെ മറ്റു മതസ്ഥർ പോലും നോക്കിക്കണ്ടിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹം പങ്കിട്ടുമുള്ള ജീവിതമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. വഹാബി പ്രസ്ഥാനം വന്നതോടുകൂടി അതിനൊക്കെ മാറ്റം വന്നു. പരസ്പരം കടിച്ചു കീറുന്ന സ്വഭാവത്തിലേക്ക്, മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്ന് മറ്റു മതസ്ഥർ തെറ്റിദ്ധരിക്കുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടത് വഹാബിസം കേരളത്തിലേക്ക് വന്നതോടുകൂടിയാണ്. അതിന് കേരളത്തിലുള്ള വഹാബികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ആശയവും അജണ്ടയും അതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ്. അയാൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഗോദയിലിറങ്ങിയപ്പോൾ അയാളെ അംഗീകരിക്കാത്ത ആളുകളെ നിഷ്കരുണം വധിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ പാടെ തകർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനം എന്നല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള വഹാബി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അവരുടെയൊക്കെ പ്രചോദനവും അവർ മാതൃകയാക്കിയിട്ടുള്ളതും വഹാബി പ്രസ്ഥാനത്തെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയുമായി. തീവ്രവാദ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് വഹാബി ആശയങ്ങളാണ്, വഹാബി ഗ്രന്ഥങ്ങളുമാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു ഡിബേറ്റ് കണ്ടു. ആ ഡിബേറ്റിൽ ഒരു അവതാരകൻ പറയുന്നത്, വഹാബി പ്രസ്ഥാനം വരുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം കൈവെടിഞ്ഞുകൊണ്ട് ഷിർക്കും കുഫറും നിറഞ്ഞ ഒരു ഇസ്ലാമാണത്ര ഇവിടെ കണ്ടിട്ടുള്ളത്. തദ്ദേശീയമായ ഒരുപാട് ആചാരങ്ങൾ ഇസ്ലാമിൽ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് അന്ന് മുസ്ലിമീങ്ങൾക്കുണ്ടായതെന്നാണ്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയും, ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു. എന്നാൽ അവർ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരണത്തിനായി പോയപ്പോൾ ഈ തദ്ദേശീയ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്തുകളും ഒക്കെ. അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്ന ഒരു വാദമാണ്. അതേസമയം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറയുന്നത്. തദ്ദേശീയ സംസ്കാരവുമായി ചേർന്നിട്ട് ഇടകലർന്നിട്ടുള്ളൊരു മുസ്ലിം ആശയത്തെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളെ ഈ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. നബിദിൻ ആഘോഷത്തെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. അതുപോലെ ദർഗകളെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. എന്നുവെച്ചാൽ കഠിനമായ പുനരുത്ഥാനവാദം, മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് വഹാബി പ്രസ്ഥാനം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തോട് ഏതോ വഹാബി പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ അങ്ങനെ തന്നെ പകർത്തി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതുമില്ല. അത് വാസ്തവ വിരുദ്ധമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസിറ്റംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസിറ്റംകാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴിനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസിറ്റത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം.
അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ, പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ കേരളന്മാരുണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട്. 95% മുജാഹിദുകളും 95% മുജാഹിദുകളും ഷിർക്കിൽ അക്ബർ ചെയ്തതാ. ഏലസ്, ഐക്കല്ല്, ഉറുക്ക്, നൂല്, തങ്ങള്, മൂലിയർ, വീവിൻ, കണിയൻ, കണക്കൻ, പൊലിയൻ, അമ്പരം, ആൽത്തറ, പിന്നെ കോഴിനറക്കല്, ആടുനറക്കല് ചെയ്തവരാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയ ലീഗുമായുള്ള അടുപ്പം കൊണ്ടായിരിക്കണം അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെയും ചിന്തകളിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് തകർക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന് മാത്രമാണ്. അത് മാത്രമാണ് അദ്ദേഹം പൊതുവേദികളിലും പറയാറുള്ളത്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. സമത്വ കേരള ജംഇയ്യത്തുൽ 90 വർഷം പിന്നിട്ടു. 100ാം വാർഷികം സമത്വ ആഘോഷിക്കുമ്പോ ആ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, ചില വാക്കുകൾ അറമ്പറ്റുക എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ ഈ വാക്കുകൾ അറമ്പറ്റിയതാണോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുകയാണ്. അദ്ദേഹം ഇത് പറയുമ്പോൾ നിങ്ങളെപ്പോലെ ഞാനും കരുതിയത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയെ ഇല്ലായ്മ ചെയ്യണം, ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം, അതിനായി നിങ്ങൾ പ്രയത്നിക്കണമെന്ന് സ്വന്തം അനുയായികളോട് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ന് EK വിഭാഗം സമസ്തയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ആഹ്വാനം ചെയ്തതായി, ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണോ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ളവരാണ് ഈ സമൂഹത്തിന്റെ നാശമെന്ന് പറയാതിരിക്കാൻ വയ്യ. എതിരാളികളെ ആശയപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി ഒരു രാജ്യത്ത് ജീവിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി നേരിടേണ്ടി വന്നാൽ നേരിടണമെന്നല്ലാതെ അവരെ ഭൂമി ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നൊരു ശൈലി തന്റെ അനുയായികളിലേക്ക് അങ്ങനെ ഒരാശയം ഇട്ടുകൊടുക്കുന്നത് ഒരു ദീനീ പ്രവർത്തകന് യോജിച്ചതല്ല. ഒരു ദീനീ പ്രവർത്തകൻ ഒരിക്കലും അങ്ങനെ പറയാനോ ചെയ്യാനോ പാടില്ല. ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ ആശയമനുസരിച്ച് അവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന ശൈലി അതൊരിക്കലും ഭൂഷണമല്ല. അതിന്റെ തിക്തഫലമാണോ ഇപ്പോൾ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അടക്കമുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത മുഷാവറ യോഗത്തിൽ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ഗതി എത്താതിരിക്കട്ടെ. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റാഹത്തോടെ സന്തോഷത്തോടെ അവർക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.